നവംബർ 9 വിശുദ്ധ തിയോഡോർ തൈറൻ. ആദിമ ക്രൈസ്തവ സഭയിലെ ഒരു രക്തസാക്ഷിയും സൈനിക വിശുദ്ധനുമാണ് വിശുദ്ധ തിയോഡോർ തൈറൻ. റോമൻ ചക്രവർത്തിമാരായ മാക്സിമിയനും ഗലേറിയനും വലിയ ക്രൈസ്തവ പീഡനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന 3-4 നൂറ്റാണ്ടുകളിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ആധുനിക തുർക്കിയിലുള്ള പോണ്ടസ് പ്രവിശ്യയിലെ അമസിയ നഗരത്തിലാണ് 3-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ തിയോഡോർ ജനിച്ചത്. ഒരു സാധാരണ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന അദ്ദേഹം ഉറച്ച ക്രിസ്തീയ വിശ്വാസിയായിരുന്നു. യുവാവായിരിക്കുമ്പോൾ റോമൻ സൈന്യത്തിൽ ചേർന്ന തിയോഡോർ അമസിയ നഗരത്തിൽ താവളമടിച്ചിരുന്ന പോണ്ടസ് ലീജിയണിൽ സേവനം ചെയ്തുകൊണ്ടിരുന്നു. സൈനിക സേവനത്തിനായി പുതിയതായി എത്തിയതുകൊണ്ടാണ് പുതിയ സൈനികൻ എന്ന അർത്ഥമുള്ള തൈറൻ എന്ന വാക്ക് അദ്ദേഹത്തിൻ്റെ പേരിനോട് ചേർക്കപ്പെട്ടത്. സൈനികൻ ആയിരുന്നപ്പോഴും തിയോഡോറിന് യേശുക്രിസ്തുവിനോടുള്ള ഭക്തിയും വിശ്വാസവും തീവ്രമായിരുന്നു. അക്കാലത്ത് ക്രിസ്തീയ സൈനികർ വലിയ ഒരു വിഷമാവസ്ഥയിലായിരുന്നു. റോമൻ ദേവന്മാരെയും ചക്രവർത്തിയെയും ആരാധിച്ചുകൊണ്ട് വിധേയത്വം പ്രകടിപ്പിക്കാൻ അവർ നിർബന്ധിതരായി. ക്രിസ്ത്യാനികൾക്ക് ഒരിക്കലും ചെയ്യാൻ സാധിക്കുകയില്ലാത്ത വിഗ്രഹങ്ങൾക്കുള്ള ബലിയർപ്പണം അവർ ചെയ്യേണ്ടി വന്നു. എന്നാൽ ഞാൻ ഒരു ക്രിസ്ത്യാനിയാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കാൻ തിയോഡോർ വിസമ്മതിച്ചു. കോപാകുലരായ സൈനിക മേധാവികൾ അദ്ദേഹത്തെ നിർബന്ധിച്ചെങ്കിലും ഞാൻ സത്യദൈവത്തെ മാത്രമേ ആരാധിക്കൂ എന്ന് തിയോഡോർ ധൈര്യത്തോടെ ഏറ്റുപറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രായക്കുറവ് പരിഗണിച്ച് ശിക്ഷാ നടപടികളൊന്നും തിയോഡോറിൻ്റെ മേലുണ്ടായില്ല. എന്നാൽ തിയോഡോർ സൈനികരുടെ ഇടയിൽ ക്രിസ്തുവിന് സാക്ഷ്യം നൽകുകയും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ക്രൈസ്തവ സൈനികരെ പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. തുടർന്ന് തിയോഡോറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രസിദ്ധവും പ്രധാനപ്പെട്ടതുമായ സംഭവം നടന്നു. അമാസിയ വിജാതീയ ക്ഷേത്രത്തിലെത്തിയ അദ്ദേഹം ദേവന്മാരുടെ മാതാവായ റിയയുടെ ബലിപീഠം അഗ്നിക്കിരയാക്കി. വിജാതീയ ദേവന്മാർ ശക്തിയില്ലാത്ത വെറും തടിയും മണ്ണുമാണെന്ന് കാണിക്കാനാണ് അദ്ദേഹം ഇത് ചെയ്തത്. അധികാരികൾ തിയോഡോറിനെ പിടികൂടി ചോദ്യം ചെയ്തു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ചാരമായി മാറിയ ഒരു നിർജീവ മരക്കഷ്ണത്തെ ദൈവമായി കാണുന്നത് തെറ്റാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. റോമൻ ഗവർണർ തിയോഡോറിനെ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹം ഗവർണറോട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങളുടെ ഭീഷണികൾ എന്നെ ഭയപ്പെടുത്തുന്നില്ല. കാരണം പീഡനങ്ങൾക്കിടയിൽ ക്രിസ്തുവിൻ്റെ ശക്തി എനിക്ക് ആനന്ദവും സന്തോഷവുമായിരിക്കും. അധികാരികൾ തിയോഡോറിനെ തടവറയിലടയ്ക്കുകയും പട്ടിണിക്കിടുകയും ചെയ്തു. തടവറയിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഈശോ അദ്ദേഹത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു: തിയോഡോർ, ധൈര്യമായിരിക്കൂ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. വീണ്ടും വിശ്വാസം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പല വിധത്തിൽ അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടു. തിയോഡോറിൻ്റെ ധീരത മറ്റ് ക്രിസ്ത്യാനികൾക്ക് പ്രോത്സാഹനമാകുമെന്ന് ഭയപ്പെട്ട ഗവർണർ അദ്ദേഹത്തെ ജീവനോടെ കത്തിക്കാൻ ഉത്തരവിട്ടു. അഗ്നി അദ്ദേഹത്തെ വലയം ചെയ്തപ്പോൾ ധീരതയോടും ശാന്തതയോടും കൂടി നിന്ന അദ്ദേഹത്തിൻ്റെ മുഖം സ്വർഗീയ പ്രകാശത്താൽ പ്രശോഭിക്കുന്നത് മറ്റുള്ളവർക്ക് കാണാൻ സാധിച്ചു. തിയോഡോറിൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പറന്നുയരുന്നത് ചുറ്റുമുള്ളവർ കണ്ടു. എന്നാൽ അഗ്നി അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് കേടുവരുത്തിയില്ല. ഭക്തയായ യുസേബിയ എന്ന സ്ത്രീ വിശുദ്ധൻ്റെ ശരീരം വീണ്ടെടുത്ത് യുച്ചറ്റയിലേക്ക് കൊണ്ടുപോയി സംസ്കരിച്ചു. വിശുദ്ധൻ്റെ കബറിടത്തിന് മുകളിൽ പിന്നീട് ഒരു ദേവാലയം നിർമ്മിച്ചു. അവിടെ എത്തി പ്രാർത്ഥിച്ച അനേകർക്ക് ആത്മീയ ശാരീരിക സൗഖ്യം ലഭിച്ചു. റോമൻ ചക്രവർത്തിയായിരുന്ന ഗലേറിയൻ്റെ ഭരണകാലത്ത് ക്രിസ്തുവർഷം 306 ഫെബ്രുവരി 17 തിയോഡോറിൻ്റെ രക്തസാക്ഷിത്വം. കിഴക്കൻ ഓർത്തഡോക്സ് സഭ വലിയ നോമ്പിൻ്റെ ആദ്യ ശനിയാഴ്ച തിയോഡോറിൻ്റെ അത്ഭുതം എന്ന ഒരു തിരുനാൾ ആഘോഷിക്കുന്നതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ക്രിസ്തുവർഷം 361 വിശ്വാസത്യാഗിയായ റോമിലെ ജൂലിയൻ ചക്രവർത്തി കോൺസ്റ്റാന്റിനോപ്പിളിലെ പ്രീഫെക്റ്റിനോട് ചന്തയിൽ വിൽക്കാൻ വച്ചിരിക്കുന്ന എല്ലാ ഭക്ഷ്യവസ്തുക്കളുടെ മേലും ബലിയർപ്പിച്ച മൃഗങ്ങളുടെ രക്തം തളിക്കാൻ ആവശ്യപ്പെട്ടു. വിഗ്രഹാർപ്പിതമായത് ഭക്ഷിക്കാൻ ക്രിസ്ത്യാനികളെ നിർബന്ധിക്കാനായിരുന്നു അത്. എന്നാൽ കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയർക്കിസ് ആയിരുന്ന യുഡോക്സിയസിന് വിശുദ്ധ തിയോഡോർ പ്രത്യക്ഷപ്പെട്ട് ഇതേക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. ക്രിസ്ത്യാനികൾ ചന്തയിൽ നിന്ന് ഒന്നും വാങ്ങി ഭക്ഷിക്കരുതെന്നും
വേവിച്ച ഗോതമ്പ് തേനുമായി ചേർത്ത് ഉണ്ടാക്കുന്ന കോളിവ കഴിക്കണമെന്നും പറഞ്ഞു. ഈ സംഭവം തിയോഡോറിൻ്റെ അത്ഭുതം എന്ന തിരുനാൾ എല്ലാ വർഷവും ആഘോഷിച്ചുകൊണ്ട് വിശ്വാസികൾ ഓർമ്മിക്കുന്നു.